അടുത്തതായിട്ട് എൻ്റർപ്രീനർ ആറ്റിറ്റ്യൂഡ്സ്. Entrepreneurs think and act differently from people who are wage employed. But how are they different? Let's read Bitty's story and understand. അതായത് എൻ്റർപ്രീനേഴ്സ് എങ്ങനെയാണ് ചിന്തിക്കുന്നത് എന്ന് നോക്കി കഴിഞ്ഞാൽ സാധാരണ ഒരു ഡെയിലി വേജ് എംപ്ലോയി ചിന്തിക്കുന്നതിന് വ്യത്യസ്തമായിട്ടാണ് എൻ്റർപ്രീനേഴ്സ് തിങ്ക് ചെയ്യുന്നത്. എന്താണ് അതിൻ്റെ ഡിഫറൻസ്? ഇപ്പോൾ നമുക്ക് ബിറ്റിയുടെ സ്റ്റോറി നോക്കി മനസ്സിലാക്കാം എന്താണ് ബിറ്റി പറയുന്നത്. ബിറ്റി ഈസ് ഫ്രം ദ സിറ്റി ഓഫ് ബാർലി ഇൻ ഉത്തർപ്രദേശ്. ഷീ അറ്റൻഡ്സ് ഹർ കസിൻസ് വെഡിങ് ബട്ട് ഫൈൻഡ്സ് ഇറ്റ് വെരി ബോറിംഗ് because nobody is dancing. She starts talking to people to find out the problem. Older uncle and aunties tell her that other people would judge them if they dance. Young people tell her that the DJ is not playing the latest music. After attending 5 more weddings, she realizes that this is a problem that a lot of people face at weddings. She sees a business opportunity here. ബിറ്റി ഉത്തർപ്രദേശിലെ ഒരു ബാർലി എന്ന് പറഞ്ഞ സിറ്റിയിൽ നിന്ന് വരുന്നതാണ്. ബിറ്റി അവളുടെ കസിൻ്റെ ഒരു വെഡ്ഡിങ്ങിന് അറ്റൻഡ് ചെയ്യാൻ പോയി നോക്കിയപ്പോൾ ഭയങ്കര ബോറിംഗ് ആയിട്ട് തോന്നി. കാരണം ഒരാളും ഡാൻസ് ചെയ്യുന്നില്ല. അപ്പോൾ അവിടെയുള്ള ആൾക്കാരോട് ചോദിച്ചു എന്താണ് അവർ നേരിടുന്ന പ്രോബ്ലം. അപ്പോൾ വയസ്സായ അമ്മാവന്മാരും അമ്മായിമാരും ഒക്കെ പറഞ്ഞു, അതായത് ഇവർ ഡാൻസ് കളിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ളവരെ അവരെന്നെ ജഡ്ജ് ചെയ്യും. ഇനിയിപ്പോൾ യങ്സ്റ്റേഴ്സ് ആണെങ്കിൽ യങ്സ്റ്റേഴ്സ് പറയും ലേറ്റസ്റ്റ് മ്യൂസിക് വെച്ചില്ല, ഡി ജെയിൽ ലേറ്റസ്റ്റ് മ്യൂസിക്കല്ല വെച്ചിരിക്കുന്നതെന്ന് പറയും. അപ്പോൾ അങ്ങനെ ആ നാട്ടിൽ 5-6 കല്യാണങ്ങളിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ അവർ നേരിടുന്ന പ്രോബ്ലം എന്താണെന്ന്, അതായത് കല്യാണത്തിന് ഇവർ നേരിടുന്ന പ്രോബ്ലം എന്താണെന്ന് മനസ്സിലാക്കി അതിൽ നിന്ന് അവൾ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി കണ്ടുപിടിക്കുകയാണ്. എന്താണ് ചെയ്യുന്നത് നോക്കാം, ബിറ്റി എന്താണ് ചെയ്യുന്നത് നോക്കാം. ബിറ്റി then starts her wedding entertainment company. The company has 2 parts, a dance academy and a music business. The dance academy holds dance classes for children in the morning and for people above the age of 50 years in the evening. For the music business, she hires young people in the age group 16 to 30 years to research on the latest popular music. At first, she finds it hard because she has no prior experience of running a business or working with a group of people so different from each other. But that does not stop her from putting in efforts into the business. അപ്പോൾ ഈ കല്യാണമൊക്കെ കണ്ട് അവിടെ പോയി അറ്റൻഡ് ചെയ്തതിന് ശേഷം ബിറ്റി ഒരു വെഡ്ഡിങ് എൻ്റർടൈൻമെൻറ്റ് കമ്പനി സ്റ്റാർട്ട് ചെയ്തു. അതിന് 2 പാർട്ടുണ്ടായിരുന്നു. ഒന്ന് ഒരു ഡാൻസ് അക്കാഡമി പാർട്ടും ഒന്ന് ഒരു മ്യൂസിക് ബിസിനസ്. അപ്പോൾ ഡാൻസ് അക്കാഡമി പാർട്ടിൽ ചെറിയ കുട്ടികൾക്ക് മോർണിംഗിൽ ക്ലാസ് കൊടുക്കും. അതുപോലെ തന്നെ എബവ് ഏജ് 50 ഇയേഴ്സ് ഉള്ളവർക്ക് ഈവനിങ്ങിൽ ക്ലാസ് കൊടുക്കും. ഇനി മ്യൂസിക് ബിസിനസ്സിൽ 16 to 30 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികളെ ലേറ്റസ്റ്റ് മ്യൂസിക്, പോപ്പുലറായിട്ടുള്ള മ്യൂസിക്കിൽ റിസർച്ച് നടത്താനായിട്ട് അവരെ ഹയർ ചെയ്തു. അപ്പോൾ ആദ്യമൊക്കെ നോക്കുമ്പോൾ ഇത് വളരെ ബുദ്ധിമുട്ടുള്ളതായിട്ട് തോന്നി. ഈ ബിസിനസ് കൊണ്ട് നടത്തുന്നതിന് വളരെയധികം ബുദ്ധിമുട്ടുള്ളതായിട്ട് അനുഭവപ്പെട്ടു. പല രീതിയിലുള്ള മനുഷ്യർ, പല സ്വഭാവ സവിശേഷതകളുള്ളവർ, പല ഭാഗത്തു നിന്നുള്ള ആൾക്കാർ, ഇവരെല്ലാം കൊണ്ട് മാനേജ് ചെയ്യാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു. But that does not stop her from putting in efforts into business. പക്ഷേ അതൊന്നും അവളെ ആ ബിസിനസ്സിൽ നിന്നും പിന്തിരിപ്പിക്കാൻ സാധിച്ചില്ല. What did Bitty do or think differently from someone else? മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായ ബിറ്റി എന്താണ് ചിന്തിച്ചത്? ഡിസ്കസ് വിത്ത് യുവർ പാർട്ട്ണർ ആൻഡ് റൈറ്റ് ഇറ്റ് ഇൻ യുവർ നോട്ട്ബുക്ക്. അത് നിങ്ങളുടെ പ്രവർത്തകർ അല്ലെങ്കിൽ നിങ്ങളുടെ സഹപാഠികളായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതുക. എന്താണ് ബിറ്റിയുടെ ഡിഫറൻസ്, എന്തായിരുന്നു ചിന്തിച്ചതിലുള്ള ഡിഫറൻസ് എന്താണെന്ന് എഴുതുക. An attitude is a way of thinking or feeling about something.
It can be positive or negative, good or bad. We shall learn about positive attitudes of entrepreneurs. എന്താണ് ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ വേ ഓഫ് തിങ്കിങ്. നമ്മൾ എങ്ങനെ ചിന്തിക്കുന്നു അല്ലെങ്കിൽ എങ്ങനെ അനുഭവപ്പെടുന്നു, ഒരു കാര്യത്തിനെക്കുറിച്ച് നമുക്ക് എന്ത് തോന്നുന്നു അല്ലെങ്കിൽ എങ്ങനെ ചിന്തിക്കുന്നു, അതിനെയാണ് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ചിലപ്പോൾ നെഗറ്റീവായിട്ടായിരിക്കും, ചിലപ്പോൾ പോസിറ്റീവായിട്ടായിരിക്കും. അതുപോലെ തന്നെ ചിലപ്പോൾ നല്ലതായിരിക്കും, ചിലപ്പോൾ ചീത്തയായിരിക്കും. അപ്പോൾ എൻ്റർപ്രീനേഴ്സിനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും എൻ്റർപ്രീനേഴ്സിൻ്റെ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് വേണം പഠിക്കാനായിട്ട്. The attitude an entrepreneur has is different from that of a wage-employed person. A wage-employed person has to do one's job and not worry about the company. But the entrepreneur thinks and acts differently. The person not only thinks about one's work but also about the work of one's employers and the work required for the growth of the company. അപ്പോൾ ഒരു എൻ്റർപ്രീനറിൻ്റെ ആറ്റിറ്റ്യൂഡും ഒരു വേജ് എംപ്ലോയ്ഡ് പേഴ്സണിൻ്റെ ആറ്റിറ്റ്യൂഡും ഡിഫറെൻ്റ് ആയിരിക്കും. വേജ് എംപ്ലോയ്ഡ് പേഴ്സൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അന്നത്തെ ജോലികൾ ചെയ്ത് തീർക്കുക, അത് മാത്രമേ അദ്ദേഹത്തിന് ഒരു ഉത്തരവാദിത്തമുള്ളൂ. ആ കമ്പനിയെ കുറിച്ചിട്ട് ബാക്കി വെറി ചെയ്യേണ്ട കാര്യമില്ല. അതേസമയം എൻ്റർപ്രീനർ ആണെങ്കിൽ വേറൊരു രീതിയിലാണ് ചിന്തിക്കുന്നത്. എൻ്റർപ്രീനർക്ക് എൻ്റർപ്രീനറുടെ വർക്കിനെ കുറിച്ച് മാത്രം ചിന്തിച്ചാൽ പോരാ, പക്ഷേ ആ കമ്പനിയിലെ എല്ലാവരുടെ വർക്കിനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ കമ്പനിയുടെ വളർച്ചയ്ക്ക് വേണ്ടതായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതാണ് ഒരു എൻ്റർപ്രീനറും വേജ് എംപ്ലോയ്ഡ് പേഴ്സൺ തമ്മിലെ ഡിഫറൻസ്, അവരുടെ ആറ്റിറ്റ്യൂഡിലുള്ള ഡിഫറൻസ് അതാണ്. ആഫ്റ്റർ റീഡിങ് ബിറ്റി's story, the attitudes that make a successful entrepreneur are given in figure 4.1. ഇപ്പോൾ ബിറ്റിയുടെ സ്റ്റോറി വായിച്ചതിന് ശേഷം ഒരു സക്സസ്ഫുൾ എൻ്റർപ്രീനർ ആവാനായിട്ടുള്ള ആറ്റിറ്റ്യൂഡ് എന്താണെന്നാണ് ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത്. എന്താണ്? ഒന്ന്, ഡിസിസീവ്നെസ്. ഡിസിസീവ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എബിലിറ്റി ടു മേക്ക് ക്വിക്ക് ആൻഡ് പ്രോഫിറ്റബിൾ ഡിസിഷൻ. വളരെ പെട്ടെന്നും അതുപോലെ തന്നെ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഡിസിഷൻ എടുക്കാനുള്ള കഴിവ്. ദെൻ ടേക്കിംഗ് ഇനിഷ്യേറ്റീവ്, എബിലിറ്റി ടു ടേക്ക് ചാർജ് ആൻഡ് ആക്ട് ഇൻ എ സിറ്റുവേഷൻ ബിഫോർ അതേഴ്സ്. അതായത് ഒരു ചാർജ് എടുക്കാനുള്ള എബിലിറ്റി, അതുപോലെ തന്നെ ഒരു മറ്റുള്ളവർ മുൻപിൽ ആക്ട് ചെയ്യാനുള്ള ഒരു കഴിവ്, എന്തെങ്കിലും പ്രവർത്തിക്കുന്നുള്ള കഴിവ്. ദ ഇൻ്റർപേഴ്സണൽ സ്കിൽസ്, എബിലിറ്റി ടു വർക്ക് വിത്ത് അതേഴ്സ്, അതായത് തമ്മിൽ മനുഷ്യരുമായിട്ടുള്ള ബന്ധം, അതിനുള്ള ഇൻ്റർപേഴ്സണൽ സ്കിൽസ്. ദെൻ ഓർഗനൈസേഷണൽ സ്കിൽസ്, എബിലിറ്റി ടു മേക്ക് ദ ഒപ്റ്റിമം യൂസ് ഓഫ് ടൈം, എനർജി ആൻഡ് റിസോഴ്സസ് ടു അച്ചീവ് ദ ഡിസൈർഡ് ഗോൾസ്. അതായത് ഒരു ഡിസൈഡ് അല്ലെങ്കിൽ ഒരു ഓപ്റ്റിമം ടൈമിനുള്ളിൽ ഒരു പർട്ടിക്കുലർ ഒരു എന്താണ് സ്പെസിഫിക് ടൈമിനുള്ളിൽ അതുപോലെ തന്നെ അത്രയും മെറ്റീരിയൽസ് വെച്ചിട്ട് അല്ലെങ്കിൽ എനർജി യൂസ് ചെയ്തിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം സാധിച്ചെടുക്കുന്നതിനുള്ള അല്ലെങ്കിൽ അച്ചീവ് ചെയ്യുന്നതിനുള്ള കഴിവ്. ദെൻ പെർസീവ്നെസ്, എബിലിറ്റി ടു കണ്ടിന്യൂ ടു ഡു സംതിങ് ഈവൺ വെൻ ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട്. അതായത് ഒരു സാഹചര്യം മോശമായാലും എന്തൊക്കെ മോശം സാഹചര്യങ്ങൾ നേരിട്ട് കഴിഞ്ഞാലും ആ ഗോൾ അച്ചീവ് ചെയ്യുന്നതിന് പിന്തിരിയാതെ അത് കണ്ടിന്യൂ ചെയ്യുന്നതിനുള്ള ഒരു കഴിവ്, അതിനാണ് പെർസീവ്നെസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും ആറ്റിറ്റ്യൂഡ് ഒരു എൻ്റർപ്രീനർക്ക് ഉണ്ടായിരിക്കണം ഒരു മികച്ച വിജയം നേടുന്നതിനായിട്ട്. അപ്പോൾ ഇതാണ് എൻ്റർപ്രീനേഴ്സിന് വേണ്ടതായിട്ടുള്ള ഗുണഗണങ്ങൾ. അടുത്തത് എൻ്റർപ്രീനർ കോമ്പിറ്റൻസീസ്. എന്താണ് എൻ്റർപ്രീനറിൻ്റെ കോമ്പിറ്റൻസീസ് എന്തൊക്കെയെന്ന് നോക്കാം. In the previous session we learned about the attitudes that entrepreneur needs to possess to become successful. എന്തൊക്കെ ആറ്റിറ്റ്യൂഡ്സ് ഒരു എൻ്റർപ്രീനർ വേണമെന്നാണ് തേർഡ് സെഷനിൽ നമ്മൾ കണ്ടത്. Here we shall learn about the competencies required by a person to build entrepreneur attitude. ഇനി ഒരു എൻ്റർപ്രീനറിന് വേണ്ട കോമ്പിറ്റൻസീസ് എന്തൊക്കെയാണെന്നാണ് ഈ സെഷൻ 4 കാണുന്നത്. കോമ്പിറ്റൻസി ഈസ് എബിലിറ്റി ടു ഡു സംതിങ് വെൽ. അതായത് നമ്മൾ ചെയ്താൽ പോരാ, ചെയ്യുന്നത് വളരെ നന്നായിട്ട് ചെയ്യാനായിട്ടുള്ള കഴിവ് ഉണ്ടാവണം. Figure 4.2 shows the attitudes and competencies required to become a successful entrepreneur. ഒരു സക്സസ്ഫുൾ എൻ്റർപ്രീനർ ആകാൻ വേണ്ട ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് കോമ്പിറ്റൻസീസ് എന്തൊക്കെയാണെന്നാണ് ഈ ഫിഗർ 4.2 കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് കോമ്പിറ്റൻസീസ്, ഇപ്പോൾ നമുക്ക്
പലതരം ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് കോമ്പിറ്റൻസീസ് കാണുന്നുണ്ട്. ഡിസിസീവ്നെസ്, ഇനീഷ്യേറ്റീവ്, എൻ്റർപേഴ്സണൽ സ്കിൽ, പെർസീവ്നെസ്, ഓർഗനൈസേഷണൽ സ്കിൽസ്. ഇത്രയും നമ്മൾ പറഞ്ഞു. ഡിസിസീവ്നെസ്സിൽ എന്തൊക്കെ വരുന്നുണ്ട്? നോ യുവർ സെൽഫ്, നിങ്ങൾ ആരാണെന്ന് നിങ്ങൾക്ക് തന്നെ ബോധ്യമുണ്ടായിരിക്കണം. ഐഡൻറ്റിഫൈ ഓപ്പർച്യൂണിറ്റീസ്, അവസരങ്ങൾ കണ്ടുപിടിക്കാനുള്ള കഴിവ്. അനലൈസ് ഓപ്പർച്യൂണിറ്റി, അവസരങ്ങൾ നമുക്ക് വിശകലനം ചെയ്യുക. പ്രോബ്ലം സോൾവിങ്, ആ ഓരോ അവസരങ്ങളിലും നേരിടുന്ന പ്രോബ്ലംസ് സോൾവ് ചെയ്യാനായിട്ടുള്ള സ്കില്ല്. ദെൻ ഇനിഷ്യേറ്റീവിൽ റിയലൈസ് ദാറ്റ് യു ക്യാൻ ടേക്ക് ആക്ഷൻ. ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും പ്രോബ്ലം നമ്മൾ ഫേസ് ചെയ്യുന്ന കണ്ടു കഴിഞ്ഞാൽ അതിനൊരു ആക്ഷൻ എടുക്കാനുള്ള കഴിവുണ്ടെന്ന് തിരിച്ചറിയുക. ബിലീവ് യു ക്യാൻ ടേക്ക് ആക്ഷൻ, നിങ്ങൾക്ക് ആക്ഷൻ എടുക്കാമെന്ന് വിശ്വസിക്കുക. ടേക്ക് ആക്ഷൻ, അത് കഴിഞ്ഞിട്ട് ആക്ഷൻ എടുക്കുക. ഇൻ്റർപേഴ്സണൽ സ്കിൽസിൽ ലിസണിങ്, നമുക്ക് എന്താണ് പ്രോബ്ലം നമുക്ക് മനസ്സിലാക്കണം, നമ്മൾ ശ്രദ്ധിക്കണം. പോസിറ്റീവ് ബോഡി ലാംഗ്വേജ്, നമുക്ക് നല്ല ഒരു ബോഡി ലാംഗ്വേജ് ഉണ്ടായിരിക്കണം. പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കണം. സ്ട്രെസ് മാനേജ്മെൻറ്റ്. ദെൻ പെർസീവർനെസ്സിൽ നോട്ട് ഗിവിങ് അപ്പ്, അതായത് നമുക്ക് അനുകൂലമായ സാഹചര്യം എപ്പോഴും ഉണ്ടായിക്കൊള്ളുന്നില്ല. പ്രതികൂല സാഹചര്യങ്ങൾ വരുന്ന സമയത്തും നമ്മൾ ആ ലക്ഷ്യം കൈവിടാതെ മുന്നോട്ട് പോകാനുള്ള കഴിവ്. വർക്കിംഗ് ഹാർഡ്, കഠിനമായ പരിശ്രമം നടത്തുക. ലേണിംഗ് ഫ്രം ഫെയിലിയേഴ്സ്, ചിലപ്പോൾ എപ്പോഴും സക്സസ് ആയിക്കൊള്ളുന്നില്ല, വിജയം ഉണ്ടായിക്കൊള്ളുന്നില്ല, ചിലപ്പോൾ പരാജയം നേരിടാം. ആ പരാജയം നേരിടുന്ന സമയത്ത് ആ പരാജയത്തിൽ നിന്ന് നമ്മൾ പാഠങ്ങൾ പഠിച്ച് അല്ലെങ്കിൽ പാഠങ്ങൾ ഉൾക്കൊണ്ട് അടുത്ത് വീണ്ടും വളരെ കഠിനാധ്വാനത്തോടുകൂടി ശ്രമം ഉപേക്ഷിക്കാതെ അത് തുടരുക. ദെൻ ഓർഗനൈസേഷൻ സ്കിൽസിൽ വരുന്ന ടൈം മാനേജ്മെൻറ്റ്, അതായത് നമുക്ക് ഒരു സ്പെസിഫിക് ടൈമിനുള്ളിൽ നമ്മൾ ഗോൾ അച്ചീവ് ചെയ്യാനായിട്ട് നമ്മളൊരു ടാർഗറ്റ് ലക്ഷ്യം ഉണ്ടായിരിക്കണം. ഗോൾ സെറ്റ് ചെയ്യണം. ദെൻ എഫിഷ്യൻസി, ദെൻ മാനേജിങ് ക്വാളിറ്റി, ഇത്രയും കാര്യങ്ങളാണ് ഓർഗനൈസേഷൻ സ്കിൽസിൽ വരുന്നത്. ദ ജേർണി ടു അണ്ടർസ്റ്റാൻഡ് അവർ കോമ്പറ്റൻസീസ് ഫസ്റ്റ് സ്റ്റാർട്ട്സ് വിത്ത് understanding who we are. We grow and change every single day. We understand what we like and what we do not. We make mistakes and learn from them. It is important to stop and think about how we may change as people over the years. Sometimes while thinking about our life, we might judge ourselves too much. We do not like it when we make mistakes and think that we cannot do something because we have made mistake. At those times, it is important to remember to see ourselves from the point of view of people around us. They may have positive things to say about us. Let us learn about the entrepreneur attitudes through different exercise. അടുത്തതായിട്ട് ഡിസിസീവ്നെസ് ആണ്. ഡിസിസീവ്നെസ് is the ability to make profitable and quick decisions. How does a person become decisive as an entrepreneur? Decisiveness becomes the most important attribute while setting up a business venture. It is about identifying an opportunity and acting on it. An opportunity is a chance to do something, generally the right time or moment to do something. അതായത് നമുക്ക് അവസരങ്ങൾ എപ്പോഴും ഉണ്ടായിക്കൊള്ളുന്നില്ല, അവസരങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കരുത്. നമ്മൾ അവസരങ്ങൾ ലഭിച്ചു കഴിഞ്ഞാൽ ആ സമയം ഉപേക്ഷിക്കരുത്. നമ്മൾ ഉടനെ ക്വിക്കായിട്ട് ആക്ഷൻ എടുക്കാനായിട്ട് നമുക്ക് കഴിയണം. റൈറ്റ് ടൈമിൽ റൈറ്റ് ആക്ഷൻ അല്ലെങ്കിൽ ഡിസിഷൻ നമ്മൾ എടുക്കണം. ഡിസിസീവ്നെസ് ക്യാൻ ബി ഡെവലപ്പ് ത്രൂ ദ ഫോളോയിങ് പ്രോസസ് ആർ ഷോൺ ഇൻ ഫിഗർ 4.3. അപ്പോൾ ഇതിൽ കുറേ സ്റ്റെപ്സ് കൊടുത്തിട്ടുണ്ട്. ഡിസിസീവ്നെസ് ഡെവലപ്പ് ചെയ്യാനുള്ള സ്റ്റെപ്സാണ് 4.3 കൊടുത്തിരിക്കുന്നത്. ലെറ്റ് us look at Ango's entrepreneur venture and try to understand his decisiveness. നമുക്ക് അങ്കോർ എന്ന ഒരാളുടെ എൻ്റർപ്രൂണറുടെ വെഞ്ചർ നമുക്കൊന്ന് നോക്കി അയാൾ എങ്ങനെയാണ് ഡിസിസീവ്നെസ് എടുക്കുന്നത് നോക്കാം. Ango manufactures and sells towels in his village at Dharam Kot, Himachal Pradesh. For almost a year, this towel would not get sold in this village. Disappointed, he was about to shut down the business. That is when someone suggested that he sell the towels in a city. He showed some samples to people in Delhi. He realized that the quality of towels and the price at which he was producing was better suited for a city. The people in his village found his products expensive, so he started producing softer towels for the city and cheaper ones for his village. His customers in both and places were happy. അങ്കോർ എന്ന് പറഞ്ഞ ഒരു മാനുഫാക്ചറാണ്, ടവൽ മാനുഫാക്ചർ ചെയ്യുന്ന ആളാണ്. അദ്ദേഹം വില്ലേജിൽ, ഹിമാചൽ പ്രദേശിലെ ഒരു വില്ലേജിൽ, കോട്ട എന്ന വില്ലേജിൽ ആണ്. കുറേ കൊല്ലങ്ങളായിട്ട് അദ്ദേഹം ടവൽ വില്ലേജിൽ വിറ്റഴിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ എന്താണ്, അൺഫോർച്ചുനേറ്റ്ലി
ബിസിനസ് പൂട്ടേണ്ട അവസ്ഥയിലെത്തി. കാരണം അവരാരും ആ വില്ലേജിലാരും അദ്ദേഹത്തിൻ്റെ ടവൽ വാങ്ങാൻ താല്പര്യപ്പെടുന്നില്ല. അപ്പോൾ ഒരാൾ അദ്ദേഹത്തോട് ഒരു സജഷൻ പറഞ്ഞു, അതായത് സിറ്റിയിൽ പോയിട്ട് വിൽക്കുകയാണെങ്കിൽ ടവലിൽ വിറ്റ് പോകും എന്ന് പറഞ്ഞു. അപ്പോൾ കുറച്ച് സാമ്പിൾസ് കൊടുത്തു. അദ്ദേഹത്തിൻ്റെ ആ ടവൽ കൊണ്ടുപോയിട്ട് ഡൽഹിയിൽ പോയി വിൽക്കാൻ സാധിച്ചു. അവിടെ നോക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹത്തിൻ്റെ ടവലുകൾ ക്വാളിറ്റി വളരെ കൂടുതലായിരുന്നു, അതുപോലെ തന്നെ പ്രൈസും കുറച്ച് കൂടുതലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ വില്ലേജിലെ ആൾക്കാർക്ക് അത്രയും അഫോർഡ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കാരണം അവർ വാങ്ങാനായിട്ട് നിരസിച്ചിരുന്നത്. അപ്പോൾ എന്ത് ചെയ്തു, ഈ പ്രൊഡക്റ്റ് കുറച്ച് എക്സ്പെൻസീവ് ആയതുകൊണ്ട് ആണ് ഈ വില്ലേജിലെ പീപ്പിൾ വാങ്ങാതിരുന്നത്. അപ്പോൾ ആ കാര്യം റിയലൈസ് ചെയ്തപ്പോൾ എന്ത് ചെയ്തു, 2 തരം ടവൽസ് ഇയാൾ മാനുഫാക്ചർ ചെയ്യാൻ തുടങ്ങി. ഒന്ന് സോഫ്റ്റ് ടവൽസ്, സിറ്റിക്ക് വേണ്ടി സോഫ്റ്റ് ടവൽസും അതുപോലെ തന്നെ വില്ലേജിന് വേണ്ടിയിട്ട് കുറച്ച് ചീപ്പറായിട്ടുള്ള ടവൽസ്, 2 ടൈപ്പ് ടവൽസ് അദ്ദേഹം മാനുഫാക്ചർ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. ഇത് 2 ടവൽസ് സ്റ്റാർട്ട് ചെയ്ത് മാനുഫാക്ചർ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഇവിടെ സിറ്റിയിലുള്ള ആൾക്കാരും വാങ്ങാൻ തുടങ്ങി, അതുപോലെ തന്നെ വില്ലേജിലെ ആൾക്കാരും വാങ്ങാൻ തുടങ്ങി. 2 കൂട്ടരും ഹാപ്പിയായി, ഇദ്ദേഹവും ഹാപ്പിയായി. അപ്പോൾ അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ എൻ്റർപ്രീനർഷിപ്പ് അല്ലെങ്കിൽ ബിസിനസ് അഭിവൃദ്ധിപ്പെട്ടു. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് വളരെ നിസ്സാരമായ എന്തെങ്കിലും കാര്യങ്ങളായിരിക്കും, അതായത് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ നമ്മൾ മനസ്സിലാക്കണം. കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ഓരോ ഏരിയ അനുസരിച്ചിട്ട് വ്യത്യാസപ്പെടാം. ഓരോ ഏരിയയിൽ കസ്റ്റമറിനുള്ള താല്പര്യമായിരിക്കില്ല, വേറൊരു ഏരിയയിൽ കസ്റ്റമറിന് താല്പര്യം. അപ്പോൾ അത് മനസ്സിലാക്കി നമ്മൾ മാനുഫാക്ചേഴ്സ് അല്ലെങ്കിൽ എൻ്റർപ്രീനർ ആരാണോ അവർ അത് മനസ്സിലാക്കാനുള്ള ബുദ്ധിവൈഭവം കാണിച്ചിട്ട് അതിനനുസരിച്ചിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയാൽ നമുക്ക് ആ ബിസിനസ് വിജയകരമാക്കി മാറ്റാൻ സാധിക്കും. Can you analyze Angu's actions on 4 aspects of decisiveness? Give an explanation for each aspect. Example, identifying opportunity. Angus realized that he could sell the towel in the city as well as his village. അതായത് അപ്പോൾ 2 ഓപ്പർച്യൂണിറ്റി അങ്കൂർ കണ്ടുപിടിച്ചു. അതായത് ഒന്ന്, സിറ്റിയിൽ കുറച്ചും കൂടി സോഫ്റ്റ് ആയിട്ടുള്ള കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള ടവൽ വിറ്റഴിക്കാം, അതേസമയം വില്ലേജിലാണെങ്കിൽ കുറച്ച് വില കുറഞ്ഞ ചീപ്പായിട്ടുള്ള ടവൽസ് വിറ്റ് പോകും. അടുത്ത് വരുന്ന ഇനിഷ്യേറ്റീവ്. Initiative is the ability to take charge and act in a situation before others. Once you have decided what you want to do, the next step is taking action. There are times when we recognize that action we have to take but do not take it because we think we cannot do it. In such times, it is important to reach out to people we are working with to help us think about ideas and motivate us to believe in our abilities. ചില സമയത്ത് നമുക്ക് ഇനിഷ്യേറ്റീവ് എടുക്കാൻ പറ്റും, ചില സമയത്ത് നമുക്ക് ഇനിഷ്യേറ്റീവ് എടുക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ അങ്ങനത്തെ സമയങ്ങളിൽ നമുക്ക് നമ്മുടെ ബന്ധുമിത്രാദികളുടെ ഹെൽപ്പ് ആവശ്യപ്പെടാം. നമുക്ക് ഒരു മോട്ടിവേഷൻ കിട്ടുന്നതിനും അതുപോലെ തന്നെ നമ്മുടെ എബിലിറ്റീസിൽ നമുക്കൊരു വിശ്വാസം വർദ്ധിപ്പിക്കുന്നതിനായിട്ട്. Let us read story about Elton, who liked cutting and styling people's hair. ഇവിടെ നമുക്ക് വേറൊരാളുടെ കഥയാണ്, എൽട്ടൺ എന്ന് പറഞ്ഞ ഒരാളുടെ കഥയാണ്. ഇപ്പോൾ മുടി വെട്ടുന്നതാണ് അദ്ദേഹത്തിൻ്റെ ജോലി. Elton was always interested in hairstyling. He knew the latest international styles and would keep trying them on his friends. But his family wanted him to work in a software company. After years of struggling with what to do, Elton spoke to his friends. They encouraged him and made him realize that he should take charge as it was his life. He gathered courage and spoke to his family. He explained that he had the talent to style hair and the skills to run an entrepreneur venture because of what he had learned in school and at home about business. His family was finally convinced and helped him set up a salon. He is now well known for his skills in and around his town. അതായത് എൽട്ടന് താല്പര്യം ഹെയർ സ്റ്റൈലിങ്ങിലായിരുന്നു, ഹെയർ കട്ടിങ്ങും ഹെയർ സ്റ്റൈലിങ്ങും ഒക്കെ ആയിരുന്നു അദ്ദേഹത്തിന് താല്പര്യം. അതുപോലെ ലേറ്റസ്റ്റ് ഇൻ്റർനാഷണൽ ഹെയർ സ്റ്റൈൽസൊക്കെ അദ്ദേഹത്തിന് നന്നായിട്ട് ചെയ്യാനായിട്ട് അറിയാം. പക്ഷേ ഫാമിലി അദ്ദേഹത്തിനോട് ആവശ്യപ്പെടുന്ന ഒരു സോഫ്റ്റ്വെയർ കമ്പനിയിൽ വർക്ക് ചെയ്യാനായിട്ടായിരുന്നു. പക്ഷേ വീട്ടുകാരായിട്ട് വളരെ നാളത്തെ മേൽപ്പിടുത്തത്തിന് ശേഷം അവസാനം ഫ്രണ്ട്സിനോട് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഫ്രണ്ട്സ് ഇവനെ പ്രോത്സാഹിപ്പിച്ചു. അവന് ഉള്ള കഴിവുകൾ ഇന്നതാണ്, ഇന്ന കാര്യങ്ങളിൽ ചാർജ് ഏറ്റെടുത്താൽ വളരെ നന്നായിട്ട് പ്രോഗ്രസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഹി ഗാദർ കറേജ് ആൻഡ് സപ്പോർട്ട് ഹിസ് ഫാമിലി. ആ ഒരു ധൈര്യത്തിൽ അവൻ വീട്ടുകാരോട് കാര്യങ്ങൾ സംബോധന ചെയ്തു. അവൻ്റെ
ഹെയർ സ്റ്റൈലുകൾ ടാനിനെ കുറിച്ചിട്ടും അതിന് ഒരു എൻ്റർപ്രണർഷിപ്പ് അല്ല വെഞ്ചർ നടത്തിക്കൊണ്ട് പോകാനുള്ള കഴിവിനെ കുറിച്ചൊക്കെ വീട്ടിൽ സംസാരിച്ചു. അവസാനം അവർ വീട്ടുകാർക്ക് കൺവിൻസ് ചെയ്യേണ്ടതായിട്ട് വന്നു. അങ്ങനെ അവനെ ഒരു സാലോൺ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്തു. ഇപ്പോൾ അവൻ എന്താണ് വെൽ നോൺ ഒരു ഫോർ ഹിസ് സ്കിൽ, അവൻ്റെ കഴിവിന് സാലോണിലെ അവൻ്റെ കഴിവിന് അത്രയും അറിയപ്പെടുന്ന ഒരു ആളാണ്. ഡിസ്കസ് വിത്ത് എ പാർട്ട്ണർ ഹൗ ഹെൽട്ടൺ ടുക്ക് ദ ഇനിഷ്യേറ്റീവ് ടു സ്റ്റാർട്ട് ഹിസ് വെഞ്ചർ. ലിസ്റ്റ് ദ സ്റ്റെപ്സ് ഹി ഹാഡ് ടു ടേക്ക് ടു സെറ്റ് ഇറ്റ് അപ്പ്. അപ്പോൾ ഇത് ഓരോന്നിനും ഓരോ ഹഡിൽസാണ്. ഇപ്പോൾ ഓരോരുത്തരും ഫേസ് ചെയ്യുന്ന ഓരോ ഹഡിൽസ് അവരെങ്ങനെ മറികടന്നു എന്നാണ് ഇതിൽ കാണിക്കുന്നത്. ഇനി അടുത്ത വരുന്ന സ്കില്ലാണ് ഇൻ്റർപേഴ്സണൽ സ്കിൽസ്. Interpersonal means dealing with relationships. It is between two or more persons. Interpersonal skills thus mean the competencies required to work with other people. In our everyday life, we are always talking to people and working with them, whether it is riding a business or sharing lunch in class. We are constantly interacting with others. This is true for an entrepreneur as well. Entrepreneurs work with people from different walks of life. They might work with them because of their talent and hard work. In such a case, the kind of people who works in a team might be different. They might talk different and believe in different things. In such cases, it becomes important for entrepreneur as well as every individual of the team to respect each other and their differences. Therefore, if the entrepreneur wants business venture to grow and do better, the person has to work with a number of people. Thus, it becomes important that we learn how to interact with people. Some ways to do that are as follows. അതായത് എൻ്റർപ്രണറിന് വളരെയധികം ആൾക്കാരായിട്ട് അവർക്ക് കോണ്ടാക്ട് ചെയ്യേണ്ടതുണ്ടായിരിക്കും. അതുപോലെ തന്നെ അവരായിട്ട് ഡീൽ ചെയ്യേണ്ടതായിട്ടുണ്ടായിരിക്കും പല കാര്യങ്ങളും. അപ്പോൾ ഇൻ്റർപേഴ്സണൽ സ്കിൽ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ ദ കേസ് ഓഫ് എൻ്റർപ്രണർ. അപ്പോൾ ഇത് ഇൻ്റർപേഴ്സണൽ സ്കില്ല് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരാൾ പറയുന്നത് സംസാരിക്കുന്നത് നമ്മൾ പ്രോപ്പറായിട്ട് ലിസൺ ചെയ്യണം. അതുപോലെ തന്നെ നമുക്ക് പ്രോപ്പറായിട്ടുള്ള ബോഡി ലാംഗ്വേജ് ഉണ്ടായിരിക്കണം. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു ലിസൺ വെൻ someone talks. When someone shares something, it is generally because the person might have thought about it or it is how one feels. Listening with interest to what someone is saying helps build trust with the person. Then body language. How would you feel if someone had a frown on his face, hands crossed and leaning back in the chair while talking? If you cannot picturize it, tell someone in your class to act it out and you shall know. Our facial expressions, gestures and poses are important while working with people. While listening, if you show that you are interested in talking to a person with a smile and leaning forward in the chair, the person is likely to feel comfortable and talk more. നമുക്ക് ഒരാളുടെ ഫേഷ്യൽ എക്സ്പ്രഷനിൽ നിന്ന് നമുക്കറിയാം അദ്ദേഹം നമ്മൾ പറയുന്ന കാര്യങ്ങൾ മാത്രം ഇൻട്രസ്റ്റോട് കേൾക്കുന്നുണ്ട് ഇല്ല എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് പറയാനുള്ള താല്പര്യവും കൂടുതൽ സംസാരിക്കാൻ തോന്നും അല്ലേ. Then positive attitude. Having a positive attitude generally implies being optimistic about situations, interactions and oneself. People with a positive attitude are hopeful and see the best even in difficult situations. However, if you have negative feelings, it is good to talk about it with someone you trust and find out why you are feeling like that. അപ്പോൾ നമുക്ക് എപ്പോഴും ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് എല്ലാറ്റിനും നല്ലതാണ്. ഹോപ്പ്ഫുൾ പ്രതീക്ഷ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വിജയം ഉറപ്പാക്കാൻ സാധിക്കുകയുള്ളൂ. Having a positive attitude is important while receiving and giving feedback. Feedback is giving information or criticism to someone to say what can be done to improve something. Feedback is important in the communication process. Without feedback, no communication is complete. Therefore, during a feedback conversation, it is important to speak in a positive manner. One should start by talking about what the person is doing well and then mention what one can do better. In such a case, there are chances that the other person will listen and with interest. This applies to you as well. It is important to stay open-minded in a feedback conversation. അതായത് ഒരു കമ്മ്യൂണിക്കേഷൻ ഇഫക്റ്റീവ് ആണെങ്കിൽ ഇപ്പോൾ നമുക്കൊരു ഫീഡ്ബാക്ക് ഉണ്ടായിരിക്കണം. അപ്പോൾ ആ ഫീഡ്ബാക്ക് നമ്മൾ പറയുന്ന സമയത്ത് നമ്മളൊരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിൽ തന്നെ ആയിരിക്കും ഫീഡ്ബാക്ക് കൊടുക്കുന്നതിനും. അതായത് നമുക്ക് ആദ്യം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരാൾ അല്ലെങ്കിൽ ഒരു പേഴ്സൺ എന്തൊക്കെ നന്നായിട്ട് ചെയ്യുന്നുണ്ട് അതിനെക്കുറിച്ച് ആദ്യം മെൻഷൻ ചെയ്യാം. അതിനുശേഷം അതിൽ ബെറ്റർ ആക്കാനായിട്ടുള്ളത് കാര്യങ്ങളെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. അങ്ങനെ വരുമ്പോൾ ഈ കേൾക്കുന്ന ആൾക്ക് അത് കേൾക്കാനായിട്ടൊരു ഇൻട്രസ്റ്റും അതുപോലെ തന്നെ കൂടുതലായിട്ട് നന്നാക്കാനും ഉള്ള ഒരു താല്പര്യം വർദ്ധിക്കും.
എല്ലാ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്, അത് ആപ്ലിക്കബിളാണ്. അടുത്ത വരുന്നത് സ്ട്രെസ് മാനേജ്മെൻറ്റാണ്. ഹാവ് യു എവർ ബീൻ അൺഎബിൾ ടു സ്ലീപ് ദ നൈറ്റ് ബിഫോർ an exam before because you were anxious about how you would perform? That state of mental pressure or tension is called stress. Sometimes one experiences stress while working with other people because there are people with different personalities working in a team. It can lead to stress for all. In such cases, managing stress becomes important for the health and well-being of everyone. Stress management refers to the different ways to deal with stress so as to feel healthy, positive, and refreshed. There are many ways people deal with stress. Some of them are as follows: taking a walk in nature, doing a physical activity like running, swimming, etc., practicing deep breathing exercise, practicing meditation or yoga. അതായത് നമുക്ക് ഏത് ഫീൽഡിലെടുത്ത് കഴിഞ്ഞാലും നമുക്ക് സ്ട്രെസ് മാനേജ്മെൻറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. പല ഒരു ടീമിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ പല തരത്തിലുള്ള പേഴ്സണാലിറ്റീസ് ആയിട്ട് നമ്മൾ ഇൻ്റർഫിയർ ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ചില പേഴ്സണാലിറ്റീസ് എല്ലാം തലവേദന ഉണ്ടാക്കുന്ന ടൈപ്പ് പേഴ്സൺസ് ഉണ്ടായിരിക്കാം. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് സ്ട്രെസ്സ് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ സ്ട്രെസ്സ് പരിഹരിക്കാനായിട്ട് നമുക്ക് പല പല മാർഗ്ഗങ്ങൾ അവലംബിക്കാം. ഒന്നുകിൽ നമുക്ക് പ്രകൃതിയിൽ നമുക്ക് പ്രകൃതിയോട് ഇണങ്ങി ചേർന്ന് നടക്കുക, അല്ലെങ്കിൽ എക്സസൈസുകൾ ചെയ്യാം, റണ്ണിങ്ങോ സ്വിമ്മിങ് തരത്തിലുള്ള എക്സസൈസുകൾ ചെയ്യാം. അതുപോലെ തന്നെ ബ്രീത്തിങ് എക്സസൈസ് ചെയ്യാം, അല്ലെങ്കിൽ മെഡിറ്റേഷൻ അല്ലെങ്കിൽ യോഗ, ധ്യാനം, അങ്ങനെ കാര്യങ്ങൾ നമുക്ക് സ്പിരിച്വലായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്ത് നമുക്ക് സ്ട്രെസ്സ് ഒഴിവാക്കാം. അടുത്ത് വരുന്ന പെർസീവ്നെസ്. Perseverance is the ability to continue to do something even when it is difficult. Let us read about it through Ravi's story. രവിയുടെ സ്റ്റോറി വെച്ചിട്ട് നമുക്ക് പെർസീവ്നെസ് എന്താണെന്ന് മനസ്സിലാക്കാം. After 20 years of being a successful entrepreneur in Lucknow, Ravi decided to move back to his village in Jaunpur. In his village, he decided to open a clothing store. He thought that because he had gained so much success in the city, he would open the shop with the same clothing style in the village as well. Initially, some people came to try out his store's clothes, but they said that the style did not match what they wanted. They wanted more variety and brighter colors. Ravi was not disappointed. He decided to learn from the failure. He sold off the old clothes to his friend in a city and bought good quality clothes from a local seller. He also put posters outside his shop so that people would feel welcome. After reading Ravi's story, you can understand that perseverance can be built in the following ways: not giving up when there is a difficult situation, working hard to achieve the goal, analyzing failures and learning from them. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് പെർസീവ്നെസ്സിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. Then organizational skills refer to ability of making optimal use of one's time, energy, resources to achieve one's goal. Becoming better at these organizational skills would help an entrepreneur become successful. So let us test these skills for ourselves. Organizational skills include the following: time management, അതായത് നന്നായിട്ട് പ്ലാൻ ചെയ്യുക, ഗോൾ സെറ്റ് ചെയ്യുക, അതുപോലെ ഒരു ഡെഡ് ലൈൻ സെറ്റ് ചെയ്യുക, ഗിവ് ഇമ്പോർട്ടൻറ്റ് റെസ്പോൺസിബിലിറ്റി ടു അതർ പീപ്പിൾ ഇൻ എ ടീം, ആൻഡ് കണ്ടക്ടിങ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടാസ്ക് ഫസ്റ്റ്. ഗോൾ സെറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോൾ ഈസ് where we want to reach. It is the aim or result that we want from an activity. Goal makes us work harder, motivate us to people, complete what we start and achieve the target. It gives us direction, usually makes us put in the more effort. The biggest difference between the first and second round of a game you played is that you had a goal for a second. It is that goal which would have made you work harder and smarter in the second round. And efficiency, അതുപോലെ തന്നെ മാനേജിങ് ക്വാളിറ്റി, ഇത്രയും കാര്യങ്ങൾ ഇതിനെ അച്ചീവ് ചെയ്യാനായിട്ട് ആവശ്യമുള്ളതാണ്. എഫിഷ്യൻസി ഈസ് ദ എബിലിറ്റി ടു ഡു തിങ്സ് വെൽ സക്സസ്ഫുൾ വിത്തൗട്ട് വേസ്റ്റിംഗ് ടൈം. ഇൻ ദ സെക്കൻഡ് റൗണ്ട് ഓഫ് ഗെയിം യു വുഡ് ഹാവ് യൂട്ടിലൈസ് എബിലിറ്റീസ് ഓഫ് യുവർ ടീം മെമ്പേഴ്സ് ബെറ്റർ. യു വുഡ് have divided work among your team members to be able to achieve the goal. Efficiency can be achieved by using material that is the team's efforts, money and time well. For example, Sama runs a manufacturing business. When he started, he would do everything: manufacturing, transportation and selling the material door to door. Now that her business has expanded, she takes care of the manufacturing section only to ensure that the quality of the material being used is maintained. Her team members take care of the transportation and sale of manufactured products. Then managing quality is a business means setting and maintaining a standard of excellence for products
or services being provided to customers. When the business venture starts growing, maintaining quality becomes the most important part because of the number of products being produced every day. In David's story, even when he bought clothes from a local seller, he did not buy cheap ones. He bought good quality clothes because his customers were important to him. അതായത് ചില സമയത്ത് നമുക്ക് ബിസിനസ്സിൽ ക്വാളിറ്റി ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറായിട്ട് വരാം. ആ സമയത്ത് മെയിൻറ്റെയിനിങ് എ സ്റ്റാൻഡേർഡ് എക്സലൻസ് ഓഫ് പ്രോഡക്ട്സ് ഓർ സർവീസ് ബീങ് പ്രൊവൈഡ് ടു കസ്റ്റമേഴ്സ്. നമ്മൾ കസ്റ്റമേഴ്സിന് കൊടുക്കുന്ന പ്രോഡക്ട്സിന് അതിൻ്റെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യേണ്ടതായിട്ട് വരും. ഇപ്പം ബിസിനസ് ഗ്രോ ചെയ്ത് വരുന്ന സമയത്ത് മെയിൻറ്റെയിൻ ക്വാളിറ്റി ബിക്കംസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട് ബിക്കോസ് ഓഫ് ദ നമ്പർ ഓഫ് പ്രോഡക്ട്സ് ബീങ് പ്രൊഡ്യൂസ് എവറി ഡേ. നമുക്ക് ബിസിനസ്സിന് അല്ലെങ്കിൽ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറായിട്ട് വരും. അപ്പോൾ അത് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളെല്ലാം നമുക്ക് ഒരു എൻ്റർപ്രീനർഷിപ്പ് അല്ലെങ്കിൽ ഒരു എൻ്റർപ്രീനർ ശ്രദ്ധിക്കേണ്ട ഓരോ സന്ദർഭങ്ങളിലും ഓരോ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്.